നമ്മുടെ സെൽഫ് ഇമേജ് ആണോ വലുത് അതോ നമ്മുടെ ജീവനാണോ? നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് സമൂഹത്തിൽ നമുക്കുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ, ആ ഇമേജ് ആണോ അതോ നമ്മുടെ സ്വന്തം ജീവനാണോ നമുക്ക് വലുത്? ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് നിങ്ങളോട് ചിന്തിക്കുന്നുണ്ടാകും. കാരണം ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം ഇന്ന് വളരെയേറെ കൂടുതലാണ്. റീസെൻ്റായിട്ട് സംഭവിച്ചിരിക്കുന്ന നമ്മുടെ ലോകം മുഴുവനുള്ള മലയാളികളെ മാത്രമല്ല, ബിസിനസ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു ആത്മഹത്യയില്ലായിരുന്നു CJ റോയിയുടെ ആത്മഹത്യ. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടക്കുന്നതിനിടയിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ലോകം മുഴുവനുള്ള മലയാളികളെ ഞെട്ടിച്ചു. ബിസിനസ് ലോകത്തെ ഒരു അധിപതി എന്ന് പറയാം. ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ്സായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഫിലിം മേഖലയിൽ ബിസിനസ് ഉണ്ടായിരുന്നു, ബിൽഡിംഗ് മേഖലയിൽ ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ വിവിധ മേഖലയിൽ ബിസിനസ് ചെയ്തിരുന്ന, അതെല്ലാ മേഖലയിലും തന്നെ വിജയം കൈവരിച്ചിരുന്ന ഒരു മികച്ച ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് കാരണമാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും അത് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകാം. കാരണം പണം ഉണ്ടാക്കാനുള്ള വിദ്യ അറിയാവുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിലൂടെ എത്ര രൂപ നഷ്ടപ്പെട്ടാൽ പോലും, അഥവാ അദ്ദേഹം നികുതി കൊടുക്കാനുണ്ടെങ്കിൽ അത് എത്ര ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെന്നുള്ളതാണെങ്കിൽ പോലും അതൊക്കെയും വീട്ടാനുള്ള ആസ്തി അദ്ദേഹത്തിനുണ്ട്. അത് മാത്രമല്ല, അദ്ദേഹം നൽകുന്ന സംഭാവനകൾ, പ്രോത്സാഹന സമ്മാനങ്ങൾ, സ്പോൺസർ ഇനത്തിൽ നൽകുന്ന തുകകളൊക്കെ കോടികളാണ്. ആ രീതിയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമല്ല. പക്ഷേ ഇവിടെ എന്തായിരിക്കാം അദ്ദേഹത്തിനെ ആത്മഹത്യ ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചത്? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഇമേജ്, അദ്ദേഹത്തിന് ഉള്ള ആ ഇമേജ് നഷ്ടപ്പെടുമെന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഇമേജ് ആണോ അതോ നമ്മുടെ ജീവനാണോ വലുത്? പലരും ഇന്ന് ആത്മഹത്യ ചെയ്യുന്നത് നിസ്സാരപ്പെട്ട കാരണത്തിൻ്റെ പേരിലായിരിക്കാം. സാമ്പത്തിക പ്രതിസന്ധി, അതല്ലെങ്കിൽ തന്നെ വിശ്വസിച്ചിരുന്നവർ തന്നെ തള്ളിപ്പറഞ്ഞ് ഒറ്റപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോയി, അല്ലെങ്കിൽ രോഗാവസ്ഥ, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട്. ഒന്ന് ഓർത്ത് നോക്കുക, ഒരു ദിവസം ഒന്ന് ഇരുണ്ട് വെളുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ പർവ്വതീകരിച്ച് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന വാർത്തയ്ക്ക് യാതൊരു പ്രാധാന്യവും ഉണ്ടാകത്തില്ല. ലോകമത് മറന്നുപോകും. പിന്നെ എന്തിന് നമ്മൾ ആത്മഹത്യയിൽ അഭയം തേടി നമ്മളുടെ വിലപിടിപ്പുള്ള ജീവൻ നഷ്ടപ്പെടുത്തുന്നത്? അതല്ലേ നമ്മുടെ ശരീരത്തിനേക്കാളും വലുതാണോ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം? അതല്ലെങ്കിൽ നമ്മളുടെ ജീവനേക്കാളും വലുതാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ഇമേജ്? ചിന്തിക്കുക. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾക്ക് ജീവിക്കാനായിട്ട്, പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ടുള്ള ആ ഒരു അറിവ്, അല്ലെങ്കിൽ ആ ഒരു വിവേകം, ഒരു തിരിച്ചറിവാണ് നമ്മൾക്ക് വേണ്ടത്. നമ്മുടെ സ്കൂളിങ്ങിലൂടെ, നമ്മൾ ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾക്ക് വേണ്ടുന്ന ശരിയായ അറിവെന്ന് പറയുന്നത് എങ്ങനെ ജീവിക്കാം, പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ്. ജീവിതത്തിൽ തളരാനല്ല. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.